സമയം ഞങ്ങളിലേക്ക് ക്ഷണിക്കുന്നു. ഓരോരുടെയും ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് ഞങ്ങൾ സന്ദേശത്തിനായി കടന്നു വന്നു. നിങ്ങൾ അല്പനിമിഷങ്ങൾ ദയവായി ഞങ്ങളെ ശ്രദ്ധിച്ചാൽ. ഈ ശബ്ദബന്ധുക്കളിൽ ദൈവത്തിൻ ചാരത്തുമായി ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ധന്യനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കേരള ഗോസ്പൽ ടീമിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സന്ദേശയാത്രയാണ് ഈ പ്രദേശത്ത് കടന്നു വന്നിരിക്കുന്നത്. കേരളത്തിന്റെ എല്ലാ ജില്ലയിലും കടന്നുപോയി മദ്യത്തിനും മയക്കിനെതിരെ ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ഈ പ്രദേശത്ത് കടന്നു വന്നിരിക്കുന്നത്. പ്രത്യേകം ഇവിടെ കടന്നു വരുവാനും നിങ്ങളെ കാണാൻ സാധിച്ചതൊക്കെ വളരെ സന്തോഷം ഞങ്ങൾക്കുണ്ട്. ഈ പ്രദേശത്തെ ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന ഈ ധർമ്മത്തിൽ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ലോകത്തേക്ക് നോക്കിയാൽ വളരെയേറെ പ്രയാസങ്ങൾ കൊണ്ട് പ്രതിബന്ധങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു കാലഘട്ടത്താണ് നാം ജീവിക്കുന്നത്. മനുഷ്യരെ എവിടെ നോക്കിയാലും സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ കേരളത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, ദൈവത്തിന്റെ സ്വന്തം നാളാണെന്നാണ് കേരളത്തെക്കുറിച്ച് പറയുന്നത്. അത് കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള പ്രകൃതി നമുക്ക് നല്ല പ്രകൃതി ഭംഗി നല്ല ഭംഗിയാണ്. അതുപോലെ നല്ല ശുദ്ധമായ വായു, അതുപോലെ നല്ല വെള്ളം ഇതൊക്കെ ലഭിക്കും. ഇവിടെയുള്ള മനുഷ്യരും എല്ലാവരും നല്ല സന്തോഷത്തോടെ സ്നേഹത്തോടെ വാഴിടുന്ന ഒരു കാലമാനമൊക്കെയാണ് നമ്മുടെ കേരളത്തെക്കുറിച്ച് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ നോക്കിയാൽ ഇതിനൊക്കെ നമുക്ക് പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ വളരെയേറെ വേദനിപ്പിക്കുന്ന സംഭവങ്ങളാണ്. ഓരോ ദിവസവും പത്രമെടുത്ത് വായിച്ചാൽ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ തീർന്നില്ല. സോഷ്യൽ മീഡിയയിൽ കൂടി വരുന്ന വാർത്തകൾ വളരെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ എല്ലാം കാരണമെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവിതത്തിന്റെ അകത്ത് അവരെ ക്ഷമിക്കുവാൻ കഴിയുന്നില്ല, സഹിക്കുവാൻ കഴിയുന്നില്ല. ഒരു നിസ്സാര വാക്കിന് മുമ്പില് സ്വന്തം സഹോദരനെ അല്ലെങ്കിൽ സ്വന്തം കൂട്ടുകാരനെ കത്തിയെടുത്ത് കുത്തിക്കൊല്ലുന്ന നമ്മുടെ കേരളത്തിൽ നടന്ന ഓരോ സംഭവങ്ങളാണ്. തിരുമല കഴിഞ്ഞ ദിവസം പത്രത്തിലൊക്കെ വായിച്ചതുപോലെ കേട്ടതുപോലെ നീ കണ്ടല്ലോ, ഒരു മനുഷ്യനെ രണ്ടുപേര് നിരത്തിട്ട് ഒരു മൃഗത്തിന്റെ വില പോലും കൊടുക്കാതെ ആ മനുഷ്യനെ ചവിട്ടിക്കൊല്ലുന്ന നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടതും നമ്മൾ വാർത്തകൾ കേട്ടതുമാണ്. എന്ത് പറ്റി നമ്മുടെ കേരളത്തിന്, എന്ത് പറ്റി നമ്മുടെ ജനങ്ങൾക്ക്? വിദ്യാഭ്യാസത്തിന് കുറവാണോ? വിദ്യാഭ്യാസത്തിന് കുറവല്ല. പിന്നെ സമ്പത്തിന്റെ കുറവാണോ? സമ്പത്തിന്റെ കുറവല്ല. പിന്നെ എന്ത് പറ്റി? മനുഷ്യന്റെ യഥാർത്ഥമായിട്ട് സ്നേഹം നഷ്ടപ്പെട്ടുള്ള കാരണമെന്ന് പറഞ്ഞാൽ, വിശുദ്ധ തിരുവചനത്തിന്റെ ശൈലി പറഞ്ഞാൽ മനുഷ്യൻ പാപത്തിന്റെ അകത്ത് പാപത്തിലായിപ്പോയി. എന്താണ് പാപമെന്ന് പറഞ്ഞാൽ? ദൈവത്തോടുള്ള നിയമലംഘനം നടത്തിയ മനുഷ്യൻ, ദൈവത്തോട് നിയമലംഘനം നടത്തിയ മനുഷ്യൻ പാപത്തിന് അടിമയായിത്തീർന്നു. ഈ പാപം മനുഷ്യന് വന്നപ്പോൾ അവന്റെ സ്നേഹം നഷ്ടപ്പെട്ടു പോയി, അവന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയി, അവന്റെ സന്തോഷം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അല്പനേരത്തെ ആശ്വാസത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി അവൻ മദ്യത്തിൽ ആശ്രയിച്ചു, അവൻ മയക്കുമരുന്ന് ആശ്രയിച്ചു, അവൻ കഞ്ചാവിൽ ആശ്രയിച്ചു. എന്നാൽ അങ്ങനെ ആശ്രയിച്ച ചില ദിവസം കഴിഞ്ഞപ്പോൾ, ചില നാളെ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്ത് ചോദിച്ചാൽ ഒരു മുഴുവൻ കയറിനകത്തോ അല്പ വിഷത്തിന്റെ അകത്തോ ഇവരുടെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നു. ഇന്ന് പകൽ ഈ ദേശത്ത് നിന്നുകൊണ്ട് ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം. ഇവർ നാളുകളായി ജീവിതത്തിന്റെ അകത്ത് സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ആയിരിക്കുമെങ്കിൽ ഇവർ ജീവിതത്തിന്റെ അകത്ത് സമാധാനം തരാൻ ഒരു മാർഗമുണ്ടോ എന്ന് ഓർത്തുകയായിരിക്കുമെങ്കിൽ ഇന്ന് പകൽ ഈ ദേശത്ത് നിന്നുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ അകത്ത് സമാധാനമാണ് ഏറ്റവും വലുത്. മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്ന ഒരു ധനവാൻ ആരാണെന്ന് ചോദിച്ചാൽ സമാധാനത്തോടെ ഉറങ്ങുന്ന ഒരു മനുഷ്യനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായ മനുഷ്യനെന്ന് പറയാൻ കഴിയും. എന്നാൽ ഇവിടെ ചോദിക്കുന്ന എത്ര പേർക്ക് രാത്രിയിലും സുഖമായിട്ട് ഉറങ്ങാൻ എത്ര പേർക്ക് കഴിയും? എത്ര ഡോക്ടർമാരെ കണ്ടു, എത്ര ഉറക്കം കൂടെ കഴിച്ചിട്ടാണൊക്കെ നമ്മൾ ഓരോ ദിവസം ഉറങ്ങുന്നത്. എന്നാൽ എന്തു പറ്റി? ഇത് പകൽ മറക്കരുത്. ഇത് പകൽ നമ്മൾ അതിന്റെ അകത്തു നിന്ന് നമുക്ക് മാറ്റം വരണമെങ്കിൽ നമ്മൾ പാപത്തിൽ നിന്ന് രക്ഷപ്പെടണം.
പാപം എന്ന വാക്ക് ബൈബിളിന്റെ മാത്രം ഒത്തുകയല്ല സ്നേഹിതം. എല്ലാ മതങ്ങളും കണ്ടും കേട്ടും പഠിച്ചും വരുന്ന കാര്യമാണ് പാപം എന്ന് പറയുന്നത്. ഇസ്ലാം വേദം വിളിച്ചു പറയുകയാണ്, ഇബ്ലീസിന്റെ കുത്ത് ഏൽക്കാത്ത ഒരൊറ്റ വ്യക്തി പോലും ദുനിയാവിൽ ഇല്ല എന്ന്. ഹൈന്ദവ വേദം പറയുന്നു, തമസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതംഗമയ എന്ന് അവരും പറയുകയാണ്. വിശുദ്ധ ബൈബിൾ അതിന് പലമാര ശൈലി പറഞ്ഞിരിക്കുകയാണ്, ഇതാ ഞാൻ അകത്യത്തിൽ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അപ്പൊ എല്ലാ മനുഷ്യരും പറയുന്നു, മനുഷ്യരും പാപികളാണ്. ഈ പാപത്തിൽ നിന്ന് രക്ഷയ്ക്ക്, പാപത്തിന് വിടലിന് വേണ്ടി അന്ന് മുതൽ മനുഷ്യൻ ഓടാൻ തുടങ്ങി. അനേക മലകൾ കയറുന്നു, അനേക പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നു, അനേക ചെരിപ്പിടാൻ നടക്കുന്നു, അനേക ദാനധർമ്മങ്ങൾ ചെയ്യുന്നു. ഇവിടെയൊന്നും യഥാർത്ഥമായിട്ട് മനുഷ്യന് അവരുടെ ജീവിതത്തിന്റെ അകത്ത് പാപത്തിന് രക്ഷപ്പെടുവാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇന്നും പകൽ ഈ ദേശത്ത് നിന്നുകൊണ്ട് കാര്യം പറയാം, ആ പാപത്തിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി മാർഗമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ന് പകൽ ഞങ്ങൾ പറയും അതിനുള്ളൊരു മാർഗമാണ് സുവിശേഷം എന്ന് പറയുന്നത്. എന്താണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ ഉത്തരം നല്ല വാർത്തയാണ് സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയും സുവാർത്തയാണ് സുവിശേഷം. സുവിശേഷം ഒന്നുകൂടെ പറഞ്ഞാൽ സുവിശേഷം ഒരു മതത്തിന്റെ വർത്തമാനമല്ല, ഒരു മതപ്രസംഗമല്ല സുവിശേഷം. പിന്നെ എന്താണ് സുവിശേഷം? സുവിശേഷം ഒരു മാർഗമാണ്. എന്താണ് സുവിശേഷത്തിന്റെ മാർഗം? എന്താണ് മാർഗം? ജീവിതത്തിന്റെ അകത്ത് സമാധാനം തരുന്ന മാർഗം, സന്തോഷം തരുന്ന മാർഗം, സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന മാർഗം. ഇതാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഈ സുവിശേഷം ഒരു വ്യക്തിയെ കുറിച്ചാണ്. ആ വ്യക്തിയുടെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. ഇന്നും പകൽ ഈ ദേശത്ത് നിന്നുകൊണ്ട് നാളുകളായി നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, എല്ലാവരും നിങ്ങൾ തള്ളിക്കളഞ്ഞ് മാറ്റി നിർത്തി ഈ ആത്മഹത്യക്ക് വേണ്ടി മാത്രം ഒരുങ്ങിയിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ ഞങ്ങൾക്ക് ഒരുവരെ ഉയർത്തി കാണിക്കാറുണ്ട്. ഇന്ന് പകൽ ആ യേശുവിന് വേണ്ടി ഹൃദയത്തെ വിട്ടുകൊടുക്കുമെങ്കിൽ ഇന്ന് പകൽ വലിയ സമാധാനം തരുന്ന ഒരു പകലെത്തിയിട്ട് എന്ന് ഈ നിമിഷം ഞങ്ങള് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇന്ന് പകൽ ഒരു കാര്യം നമ്മൾ ഓർക്കണം. എല്ലാ മനുഷ്യരും പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും മനുഷ്യരുടെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ് സമാധാനം. ഈ സമാധാനം നഷ്ടപ്പെട്ടവരുടെ ജീവിതം നമ്മളൊന്ന് പരിശോധിച്ചാൽ അറിയാം. ഞങ്ങളൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഒത്തിരി ആളുകൾ അടുക്കൽ വന്നുകൊണ്ട് അവരെ കരഞ്ഞുകൊണ്ടൊക്കെ ഓരോ കാര്യം പറയുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി വേദന തോന്നാറുണ്ട്. അവർ പറയുക, ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനമില്ല, മദ്യത്തിന് സമാധാനം കഴിയുന്നില്ല, ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന എത്ര പേര് ഞങ്ങൾ ഇങ്ങനെ പോകുന്ന സ്ഥലത്ത് കാണാൻ കഴിയും. പക്ഷേ ഞങ്ങൾക്കൊന്നും പറയുന്നുണ്ട്, അവരോടെല്ലാം ഞാൻ ഒറ്റ കാര്യമേ പറയുള്ളൂ, ഞങ്ങളുടെ ജീവിതം സമാധാനം തരുന്ന ഒറ്റ ഒരുവരുണ്ട്, അവനാ കർത്താവായ യേശു. ഇന്ന് പകലിന് ഈ ദേശത്തോടെ പറയട്ടെ, ആ യേശുവിലേക്കാണ് ഇന്ന് പകൽ നിങ്ങളുടെ ജീവിത സകല പ്രശ്നത്തിനും ഏക പരിഹാരം എന്നുള്ളതിന്റെ ഉത്തരം കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് ഇന്നും പകൽ ഈ ദേശത്ത് നിന്നുകൊണ്ട് ഒന്ന് രണ്ട് വാക്കുകൾ ആഗ്രഹിക്കുക. ഇന്നുകൊണ്ട് യേശു ആരാണെന്ന് നാം തിരിച്ചറിയണം. എന്തുകൊണ്ടാണ് ഓരോ കവലകളിൽ നിന്നുകൊണ്ട് യേശു യേശു എന്ന് പ്രസംഗിക്കാൻ കാരണം, യേശു എന്ന് പാടാൻ കാരണം എന്ന് ചോദിച്ചാൽ ഇന്ന് പകൽ യേശു ആരാണെന്ന് തിരിച്ചറിയണം. യേശു ആരാണെന്നുള്ള ചോദ്യത്തിന് ഒത്തിരി ഉത്തരങ്ങൾ നമുക്ക് പറയാൻ കഴിയും. ചില ആളുകൾ പറയും യേശു യോസേഫിന്റെ മകനാണ്, യേശു മറിയുടെ മകനാണ്, യേശു അത്ഭുതം ചെയ്തവനാണ്, യേശു മരിച്ചവരെ ഉയർപ്പിച്ചവനാണ്, യേശു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയവരാണ്. അങ്ങനെ ഒത്തിരി യേശുവിനെ കുറിച്ച് ഒത്തിരി ഉത്തരങ്ങൾ പറയുമ്പോൾ പക്ഷെ തിരുവചനം യഥാർത്ഥമായിട്ട് യേശു ആരാണെന്ന് ചോദിച്ചാൽ യേശു ആരാണെന്നുള്ള ചോദ്യത്തിന്റെ ഏക ഉത്തരം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപത്തിനു വേണ്ടി നമ്മളെ രക്ഷിപ്പാൻ മനുഷ്യൻ അഭിനയിക്കപ്പെട്ട ഒറ്റ ഒരുവനാണ് കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് പകൽ യേശു ആരാണെന്നുള്ള ചോദ്യത്തിന് യഥാർത്ഥ ഉത്തരവെന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ പാപത്തിൽ നിന്ന് വിടുവിപ്പാൻ വേണ്ടി സ്വയം ഇറങ്ങി വന്ന ഒരുവന്റെ പേരാ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് ഇന്ന് പകൽ ഈ ദേശത്ത് നിന്നുകൊണ്ട് ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങളുടെ പാപം എത്ര പ്രയാസമായിരിക്കട്ടെ, നിങ്ങളുടെ പാപം എത്ര ചോര പോലെ കരവിരുന്നതായിരിക്കട്ടെ, ഇന്ന് പകൽ അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒറ്റ ഒരുവരുണ്ട്, അവന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് പകൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും ഒരു ആവേശം എന്ന് പറഞ്ഞാൽ ഇവിടെ അനേകം മഹാന്മാർ ഇവിടെ വാഴുന്ന കാലമാണ്. നമ്മൾ പണ്ടൊക്കെ നമ്മൾ ഒരു പാട്ടിൽ പാടിയിട്ടുണ്ട്. ആ പാട്ടിങ്ങനെയാണ്, മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാം ഒന്നുപോലെ
ആമതത്തോടെ വസിക്കും കാലം ആപത്തല്ലാർക്കും വിട്ടില്ല ബാലം, ആർദികൾ വ്യാധികൾ ഒന്നുമില്ല, ബാലമരണങ്ങൾ കേൾപ്പായിരുന്നൊക്കെ പാടിയ ഒരു കാലം നമുക്കുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇന്ന് പകൽ ഈ ദേശം നമ്മുടെ ഓരോ വർഷവും ഓരോക്കെ കൊണ്ടാടുമ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ പാടുന്നൊക്കെ ഉണ്ടെങ്കിലും യഥാർത്ഥമായിട്ട് അങ്ങനെ ഒരു രാജാവ് ഈ ഭൂമിയെ ഭരിച്ചിട്ടില്ല. അങ്ങനെ മരണമില്ലാത്ത കളങ്കമില്ലാത്ത ഒരു രാജാവ് ഈ ഭൂമിയെ ഭരിച്ചിട്ടില്ല. എന്നാൽ ഞങ്ങൾക്ക് പറയാൻ കഴിയും, എന്നാൽ നമ്മുടെ കേരളത്തെ കുറിച്ചൊക്കെ പണ്ടൊക്കെ ആളുകൾ ഇങ്ങനെ പാടാറുണ്ട്, ഒരു കവി ഇങ്ങനെ പാടിയിട്ടുണ്ട്. എന്നെ ഏറ്റവും ചിന്തിക്കുന്ന പാട്ടാണ്. ആ പാട്ട് ഇങ്ങനെയാണ് പാടുന്നത്: മതമെന്ന പേര് ചൊല്ലി മനുഷ്യരെ തമ്മി തല്ലി മരിക്കുവാൻ മലയാളം സമ്മതിക്കില്ല, ജാതിയുടെ പേരിൽ ചേരിയാൽ സഹോദരന്മാർ പോരടിക്കാൻ മലയാളം സമ്മതിക്കില്ല, ചോര വീഴ്ത്താൻ കേരളമിൽ ഒരുക്കമല്ല, ആതിരയും അഷ്ടമിയും റംസാനും ക്രിസ്തുമസും ഓണവും കൈപ്പൊങ്കലും ഇന്നോരെ മനസ്സിൽ, ഞങ്ങളുടെ പ്രാണനാണ് മതസൗഹൃദം, ഞങ്ങളിന്റെ എന്നുമെന്നും മാതൃകയല്ലേ എന്ന് പാടിയ ഒരു കാലം നമ്മുടെ പുറകിലുണ്ട്. മതത്തിന്റെ പേര് പറഞ്ഞ് മലയാളികളാരും തമ്മിൽ തല്ലിയിട്ടില്ല എന്ന് പറഞ്ഞാല് ക്രിസ്തുമസും റംസാനും ഓണവും എല്ലാം ഒരുപോലെ കൊണ്ടാടിയ ഒരു ജനതയുണ്ടെങ്കിൽ ആ ജനത്തിന്റെ പേര് മലയാളികള്. അപ്പോൾ മലയാളം പറയുക, ഞങ്ങളങ്ങനെ ജാതിയുടെ പേരിൽ പറഞ്ഞ് ഞങ്ങൾ വഴക്കുണ്ടാക്കാൻ തയ്യാറല്ലെന്നൊക്കെ പാടിയ ഒരു കാലം നമ്മുടെ പുറകിലുണ്ട്. പക്ഷേ ഇപ്പൊ ഈ 2024 തിരിഞ്ഞു നോക്കിക്കേ, ജാതിയുടെ പേരിലും വർഗത്തിന്റെ പേരിലും വർണ്ണത്തിന്റെ പേരിലും മനുഷ്യർ തമ്മിൽ അടിയല്ലേ, മാറ്റി നിർത്തുകയല്ലേ. ഇന്ന് പകൽ മറക്കരുത്. എന്തുകൊണ്ടാണ് കാരണമെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ ദൈവത്തോടുള്ള നിയമലംഘനം ചെയ്തുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോയതുകൊണ്ട് അവരെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല. ജാതിയുടെ പേര് പറഞ്ഞ് അവർ വഴക്കായിത്തീരുന്നു. ഇന്ന് പകൽ അതുകൊണ്ട് പറയുക, അതിൽ നിന്നൊരു മാറ്റം വരണമെങ്കിൽ നാം എന്ത് ചെയ്യണം? എങ്ങനെയാണ് മനുഷ്യന്റെ ജീവിത യഥാർത്ഥമായിട്ട് അവർ മദ്യത്തിന് അടിമയാകാൻ കാരണമെന്ന് ചോദിച്ചാൽ, അവരുടെ ജീവിതത്തിന്റെ അകത്ത് സമാധാനം നഷ്ടപ്പെട്ടു പോയി, സ്നേഹം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അടുത്ത പരിപാടി എന്ത് ചെയ്തോ? അവർ സ്നേഹം ലഭിക്കുന്നതിന് വേണ്ടി, സമാധാനം കിട്ടുന്നതിന് വേണ്ടി അവർ മദ്യത്തിൽ ആശ്രയിച്ചു. നിങ്ങൾക്കറിയാമോ, ഈ നമ്മുടെ ശാസ്ത്രമൊക്കെ വളരെ പുരോഗമിച്ച് മുന്നോട്ട് പോകുന്നത് കൊണ്ട് ഇപ്പം മദ്യപിക്കുന്ന മനുഷ്യൻ മദ്യപാനം നിർത്തുന്നതിന് വേണ്ടി ഇപ്പൊ ഒരു ഗുളിക ഉണ്ടാക്കി. ആ ഗുളികയുടെ അകത്ത് ഈ മദ്യപിക്കുന്ന മനുഷ്യൻ കഴിക്കുന്ന ആഹാര പദാർത്ഥത്തിന്റെ അകത്ത് അത് കലക്കി കൊടുക്കും. ഒരാഴ്ച, രണ്ടാഴ്ച, ഒരു മാസം കഴിയുമ്പോൾ ആ മദ്യത്തിൽ നല്ലൊരു മാറ്റം വരും. ആ കുടുംബത്തിനകത്ത് സന്തോഷമെന്നറിയാമോ? അങ്ങനെ ഒരാഴ്ച, രണ്ട് മാസമൊക്കെ കഴിഞ്ഞ് പിന്നെയും ആ ഗുളികയുടെ ശക്തിയൊക്കെ തീർന്നു കഴിയുമ്പോൾ അദ്ദേഹം വീണ്ടും ആ മദ്യത്തിൽ ആശ്രയിക്കും. ആദ്യം മദ്യപാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം പിന്നെയും ആ ഗുളികയുടെ ഇതെല്ലാം കൂടി മദ്യം വീണ്ടും തുടങ്ങിയതുകൊണ്ട് അദ്ദേഹം മാനസിക പോലെ എത്ര കുടുംബങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഇന്ന് പകൽ നമ്മുടെ ദേശത്തോട് വിളിച്ചു പറയാൻ കഴിയും, ജീവിതത്തിനകത്ത് ഡോക്ടർമാരുടെ അവരുടെ ഗുണയ്ക്ക് കഴിയാത്തത് പോലീസ് എന്ന പെറ്റിക്കേസിനോ അവരുടെ ലാത്തി ചാർജിനോ ഒരു മദ്യപാനത്തെ മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ ഇന്ന് പകൽ ഞങ്ങൾക്ക് എന്ന് പറയാറുണ്ട്, അവിടെ നിന്ന് മാറ്റം വരുത്തുന്ന ഒറ്റ മാർഗമേ ഉള്ളൂ. ആ മാർഗത്തിന്റെ പേരാ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. ഈ സുവിശേഷം ഏത് സ്ഥലത്തും ഇത് പ്രസംഗിക്കപ്പെടാൻ കാരണമെന്ന് ചോദിച്ചാൽ, ഈ സുവിശേഷം ചെന്ന സ്ഥലത്തൊക്കെയും വലിയ സമാധാനം ഉണ്ടായിട്ടുണ്ട്. അവിടെ മദ്യത്തിൽ വിടുതൽ പ്രാപിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഈ ദൈവത്തിന്റെ കൈകൊണ്ട് മരിക്കുകയും മാറിയാൽ അവരും പറയും, ഒരു കാലത്ത് ഞാൻ മദ്യത്തിൽ ആശ്രയിച്ചവരാ, കഞ്ചാവിൽ ആശ്രയിച്ചവരാ, അവരിലെല്ലാം ഞാൻ മാറ്റിയത് പോലീസ് എന്ന വ്യക്തിക്കേസല്ല, അവരുടെ ലാത്തി ചാർജ് കൊണ്ടല്ല, ഞാൻ ജീവിതത്തിൽ മാറ്റം വരുത്തിയത് യേശു ക്രിസ്തുവിന്റെ സുവിശേഷമാണ്. ഇന്ന് പകൽ യേശു ക്രിസ്തുവിന്റെ ആ സുവിശേഷത്തിലേക്ക്, ആ യേശുവിലേക്ക് ഇന്ന് പകൽ ഹാർദവമായി ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. യേശു ആരാണെന്ന് യേശുവിന്റെ ജനനം ഒരു വലിയ അനുഭവമായിരുന്നു. നമ്മളെല്ലാവരും ഡിസംബർ മാസം 25-ാം തീയതി യേശുവിന്റെ ജനനം ആഘോഷിക്കുക. യേശുവിന്റെ ജനനം ആഘോഷിക്കുമ്പോൾ അടുത്ത ദിവസം 19-ാം തീയതി വാർത്ത ചെയ്യുകയാണ്, മലയാളികൾ അല്ലെ കേരളീയർ ക്രിസ്തുമസ് ആഘോഷിച്ച നിലയിൽ ബ്രാൻഡ് വിറ്റത്
അല്ലെങ്കിൽ ബീവേജ് കോർപ്പറേഷൻ ലഭിച്ചത് 2000 കോടി രൂപ എന്ന അർത്ഥം പത്രത്തിൽ കേൾക്കാം. സ്നേഹിത, ഇന്ന് പകൽ ഞാൻ ദേശങ്ങൾ പറയട്ടെ, യഥാർത്ഥമായിട്ട് യേശു നിന്റെ കുടുംബത്തിനകത്ത് ജനിച്ചെങ്കില്, യേശു നിന്റെ ഹൃദയത്തിൽ ജനിച്ചെങ്കില്, ഇന്ന് പകൽ നീ മദ്യത്തോട് വിട പറയും, നീ മയക്കുമരുന്നോട് വിട പറയും. ഇന്ന് പകൽ ഒരു ക്രിസ്ത്യാനി എന്ന പേരിന് നീ അഭിമാനിക്കേണ്ടത് മാത്രമല്ല, യഥാർത്ഥമായി യേശു നിന്റെ ഹൃദയത്തിൽ ജനിക്കട്ടെ, യേശുവിന്റെ കുടുംബത്തിൽ ജനിക്കാൻ ഇന്ന് പകൽ ഈ ദേശത്തോട് ഞാൻ വിളിച്ചു പറയുകയാണ്. യേശുവിന്റെ ജനനം ഒരു അത്ഭുതമായിരുന്നു. ഏകദേശം 33 വയസ്സ് വരെ കർത്താവായ യേശു ഈ ഭൂമിയിൽ ജീവിച്ചു. 30-ാമത്തെ വയസ്സിൽ കാനാവിലെ കന്യാകുമാരിയിലെ വെള്ളത്തെ വീണാക്കിക്കൊണ്ട് യേശു അത്ഭുത ശുശ്രൂഷ ആരംഭിച്ചു. അങ്ങനെ യേശു കർത്താവ് തന്നെ അന്വേഷിച്ചു, മരിച്ചവരെ ഉയർപ്പിച്ചു, കുരുടരെ സൗഖ്യമാക്കി, അങ്ങനെ അനേക അത്ഭുതങ്ങൾ രോഗസൗഖ്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് കർത്താവായ യേശു ക്രിസ്തു മരിക്കണമെന്ന് പിതാവായ ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നു. 33 തിരുവയസ്സ് വരെ കർത്താവായ യേശു തന്റെ ദൗത്യങ്ങളൊക്കെ മുന്നോട്ട് കടന്നു പോകുമ്പോൾ അങ്ങനെ അവസാനം കർത്താവായ യേശുവിനെ അവർ പിടിക്കേണ്ടി വന്നു. ഗതസമനയിൽ വെച്ച കർത്താവായ യേശുവിനെ പട്ടാളക്കാർ പിടിച്ചുകൊണ്ടുപോയി 4 കോടതിയിൽ മാറി മാറി യേശുവിനെ വിസ്തരിച്ചിട്ടും യേശുവിന്റെ മേലിൽ ഒരു കുറ്റവും കണ്ടില്ല. ഇന്ന് പകൽ റോമ ഗവൺമെന്റിന് നിയമിക്കുകയാണ്. ആ നിയമം പറയുകയാണ്, 1000 കുറ്റവാളി രക്ഷപ്പെട്ടാലും ഒരു നീതിമാൻ പോലും ശിക്ഷിക്കപ്പെടണമെന്ന നിയമം നിൽക്കുമ്പോൾ അതാ കർത്താവായ യേശുവിനെ അവർ പിടിച്ചുകൊണ്ടുവന്നു. പിടിച്ചുകൊണ്ട് 4 കോടതി മാറി മാറി യേശുവിനെ വിസ്തരിച്ചിട്ടും യേശുവിന്റെ മേലെ ഒരു കുറ്റവും കണ്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടി യേശുവിനെ മരണശിക്ഷയ്ക്ക് ഏൽപ്പിക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ. എന്റെയും നിന്റെയും സകല പാപത്തെയും പിതാവായ ദൈവം യേശുവിനെ ഏൽപ്പിച്ചുകൊണ്ട് സ്വയം മരിക്കുവാനായി ഇറങ്ങുന്ന ഒറ്റ ഒരുവനെ ഉള്ളൂ. അവന്റെ പേരാ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് ഇന്ന് പകൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിപ്പാൻ ഞങ്ങൾക്ക് നല്ല ശക്തിയും ആവേശവും എന്ന് പറയുന്നത്. അങ്ങനെ കർത്താവായ യേശു മരിക്കാമെന്ന് പിതാവായ ദൈവത്തിന് ഇഷ്ടമായിരുന്നു. യേശുവിനെ പിടിച്ചുകൊണ്ടുവരുന്ന സമയത്ത് യേശുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, മദ്യത്തിൽ നിന്ന്, മയക്കുമരുന്നിൽ നിന്ന് യേശു ക്രിസ്തു എങ്ങനെയാണ് മാറ്റം വരുത്തുന്നത്, യേശു നമുക്ക് വേണ്ടി എന്ത് ചെയ്തെന്ന് ഇന്ന് മുതൽ ദേശമെന്ന് അറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു. ഇവിടെ യുദ്ധഭാഷയിൽ കൂടി ഞങ്ങളുടെ പ്രസംഗത്തിന് വേണ്ടി കാര്യമില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയുക, കർത്താവായ യേശു നിനക്ക് വേണ്ടി, നിന്റെ പാപത്തിന് വേണ്ടി, നീ മധ്യരാത്രി വിളവാദിക്കാൻ, നീ സത്യദൈവത്തെ അറിയുവാൻ, നീ സമാധാനം തരാൻ, സന്തോഷം തരാൻ യേശു നിനക്ക് വേണ്ടി എന്ത് ചെയ്തെന്ന് ഇന്ന് പകലൊന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു. അതിന് കർത്താവായ യേശുവിനെ അവർ പിടിച്ചുകൊണ്ടുവന്നു. അവസാനം പീലാത്തോസിന്റെ ഗബദ എന്ന കൽത്തളത്തിൽ യേശുവിനെ കൊണ്ടുവന്നു. പീലാത്തോസ് പറഞ്ഞു, ഞാൻ ഇവരെ അടിച്ചിട്ട് വിട്ടയച്ചേക്കാം. ചരിത്രം പറഞ്ഞിങ്ങനെയാണ്, ഒരു മനുഷ്യനെ അടിക്കാൻ ഏൽപ്പിച്ചാൽ ആ മനുഷ്യനെ പോലെ വളർച്ചു കൊടുത്തു. എന്നിട്ട് 39 അടി യേശുവിനെ പുറത്ത് അഞ്ഞു ചരിത്രം അതിങ്ങനെയാണ്, ഒരു മനുഷ്യനെ അടിക്കാൻ ഏൽപ്പിച്ചാൽ 39 അടി അടിക്കുമ്പോൾ താൻ ആ അടികൊണ്ട് താൻ നിലവിളിക്കുന്ന ശബ്ദം 1.5 കിലോമീറ്ററോളം ദൂരം വരെ കേൾക്കാമെന്ന് ചരിത്രം പറയുമ്പോൾ ഇതാ ഗബലയെന്ന കൈത്തളത്തിന് ഒരുവൻ നിൽക്കുക. അവന്റെ പുറത്തെ ചാട്ടമാറുകൾ ആഞ്ഞാഞ്ഞു പതിക്കുമ്പോഴും അവൻ നിലവിളിക്കാതെ അവൻ അടിയെല്ലാം കൊണ്ടിട്ട് മൗനമായി നിൽക്കുക. എന്താണ് കാരണം? എന്റെയും നിന്റെയും സകല പാപം ചുമന്നുകൊണ്ട് പീലാത്തോസിനെ ഗബലയെന്ന കൈത്തളത്തിൽ നിൽക്കുന്ന ഒരുവനെ കണ്ടു. അവന്റെ പേരാ യേശു. ഇന്ന് പകൽ നീ ചോദിച്ചില്ലേ, ഇന്ന് പകൽ യേശുത്തോട് പറയട്ടെ, നീ ഈ സമാധാനം ഉറങ്ങുന്നതിന് വേണ്ടി എന്ന യേശുവിന്റെ ശരീരം മുഴുവനും ചാട്ടവാറിനാൽ അടിക്കപ്പെട്ടു. ഒരു മനുഷ്യരെ അടിക്കാൻ ഏൽപ്പിക്കുമ്പോൾ ആ ചാട്ടവാറിന് പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയാണ്, ആ ചാട്ടവാറിന്റെ അറ്റത്ത് ചൂണ്ടകളും ഈയക്കൊളുത്തുകളും അസ്ഥി കഷകൾ കൊണ്ടുവരുന്ന ചാട്ടവാറുമായി 2 പട്ടാളക്കാർ യേശുവിനടുക്കൽ വന്നു. യേശുവിന്റെ പുറത്തെ ചാട്ടമാറുകൾ അനുവദിച്ചു. ഓരോ ചാട്ടമാർ അനുവദിക്കുമ്പോഴും യേശു പറഞ്ഞ കാര്യമാണ്, പിതാവേ
ഇവരോട് ക്ഷമിക്കണമേ. ഇന്ന് പകൽ ഈ ദേശത്ത് നിന്നുകൊണ്ട് ചങ്കുറപ്പോടെ ആവേശത്തോടെ ഒരു കാര്യം വിളിച്ചു പറയാം. ഇതൊക്കെ കാണുമ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ. യേശുവിന്റെ പുറകെ ചാട്ടവർ ആഗ്രഹിക്കുമ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒറ്റ ഒരുവരെ ഉണ്ടെങ്കിൽ അവന്റെ പേര് കർത്താവായ യേശു. ഇന്ന് പകലില് ഇന്ന് സ്നേഹിതരെ വളർന്നു പോകരുത്. ഓരോ ചാട്ടമാരുടെ ഓരോ അടിയും യേശുവിനെ പുറത്ത് വഹിക്കുമ്പോഴും അവർ ഓരോ ചാട്ടമാറുണ്ട്. ആ വെള്ളത്തിനകത്ത് മുക്കുമ്പോൾ ആ ജീവനുള്ള മാംസങ്ങൾ ആ വെള്ളത്തിനകത്ത് തുടിക്കേണ്ടി വരും. ഇത് കണ്ടിട്ടും അവരുടെ കോപം മാറിയില്ല, അവരുടെ വേദന മാറിയില്ല. പക്ഷെ യേശു അതെല്ലാം സഹിച്ചതിന് പറഞ്ഞു, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ. ഇന്ന് പകലില് ഈ ദേശത്ത് നിന്നുകൊണ്ട് ചങ്കുറപ്പോടെ ആവേശത്തോടെ ഞങ്ങൾ യേശുവിനെ പ്രസംഗിക്കുവാൻ ഞങ്ങൾക്കുള്ള ആവേശം എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി എന്റെ പാപത്തിന് പ്രാർത്ഥിതമായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു അടി മുഴുവനും ഏൽക്കുവാനിട വന്നത്. തീർന്നില്ല. ഒരു കറുത്ത തുണി യേശുവിന്റെ മുഖത്ത് അവർ കെട്ടി. എന്നിട്ട് അവർ മുഷ്ടി ചുരുട്ടി യേശുവിനെ അവരിടിച്ചു. അവന്റെ മുഖത്ത് അവർ തുപ്പി. അവന്റെ റോമൻ ചെറുനാളുകൾ കൂട്ടിപ്പിടിച്ച് യേശുവിന്റെ താടി രോമങ്ങൾ അവർ പിടിവിട്ടു. ഇതൊക്കെ ചെയ്യുമ്പോഴും എന്തുകൊണ്ടാണ് അറിയാൻ കഴിയുക? നീ ചെയ്ത സകല പാപവും ഏറ്റെടുത്തുകൊണ്ട് അതാ കണ്ടോ, പിലാത്തോസിന്റെ ഗവൺമെന്റ് കരുത്തം നൽകുന്നത് കണ്ടോ. അവനാ കർത്താവായ യേശു. ഇന്ന് പകലില് നിന്റെ പാപത്തിന് പ്രാർത്ഥിതമായിട്ട് കണ്ടോ. അവനാ കർത്താവായ യേശു. ഇന്ന് പകലില് അവന്റെ തലയിൽ പച്ച കുരിശന്റെ തോളിൽ വെച്ചു കൊടുത്തു. അവനെത്രമായി ഒരു കിരീടം ഉള്ളുകൊണ്ട് കിരീടമുണ്ടാക്കി യേശുവിന്റെ തലയിൽ അവർ അടിച്ചിറക്കുവാനാണ് വന്നു. എന്തിനു വേണ്ടി? ഇന്ന് പകൽ ഒരു നിമിഷം ചെയ്യുക. വത്സല സ്വഭാവേ, നിങ്ങൾ ഏത് ഭവനത്തിനകത്തിൽ ഏത് സ്ഥലത്തിരുന്നും ഇവിടെ കേൾക്കുന്നവർ ഇന്ന് പറയട്ടെ, നീ ചെയ്ത സകല പാപത്തിന് പക്ഷമായി യേശു പച്ചപ്പൈമര കുരിശുമായി യെരൂശലേം തെരുവീതിൽ കൂടെ നടന്നു പോകുന്ന യേശുവിനെ കണ്ടോ. ഇന്ന് പകൽ ദേശത്തോട് പറയട്ടെ, നിന്റെ ജീവിതത്തിൽ എത്ര ആരോഗ്യമുള്ളവനായാലും എത്ര ശക്തിയുള്ളവനായാലും എത്ര ബലമുള്ളവനായാലും ഇന്ന് പകൽ ഞാൻ ഒരു കാര്യം ചോദിക്കുക. ഇന്ന് പകൽ ആ യേശു നിനക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെ ഇന്ന് പകൽ ഹൃദയത്തിനകത്ത് കടന്നു വരട്ടെ. യേശു അവ വീണ്ടും എഴുന്നേറ്റും യേശു കടന്നു പോവുക. അവർ യേശു കടന്നു പോകുന്ന വഴിക്ക് അനേക സ്ത്രീകൾ യേശുവിനൊപ്പം കരഞ്ഞുകൊണ്ടിരുന്നു. ആ കരഞ്ഞുകൊണ്ട് ചെല്ലുന്ന സ്ത്രീകളെ നോക്കിക്കൊണ്ട് യേശു വിളിച്ചു പറഞ്ഞെങ്ങനെയാണ്, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ തലമുറയെയും ചൊല്ലിക്കരയുകയും. ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് മുമ്പ് പാലസ്തീന്റെ പച്ചമണ്ണിൽ നിന്നുകൊണ്ട് കർത്താവായ യേശു വിളിച്ചു പറഞ്ഞു, യേശുവിന്റെ പേര് പറഞ്ഞാലും കരയണ്ട. ഇന്ന് പകൽ ദേശത്തോട് കാര്യം ഞാൻ വിളിച്ചു പറയാം. ക്രിസ്ത്യാനി എന്ന് നീ അഭിമാനിക്കുന്നുവെങ്കിൽ ഒരു കാര്യം വിളിച്ചു പറയാം. യേശുവിന് വേണ്ടി നീ കരയണ്ട, യേശുവിന്റെ പേര് പറഞ്ഞ് നീ കരയണ്ട. ഇന്ന് പകൽ നശിച്ചു പോകുന്ന നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കരയുവാൻ ഇന്ന് പകൽ ഈ ദേശത്ത് നിന്നുകൊണ്ട് ആവേശത്തോടെ ഞാൻ വിളിച്ചു പറയുകയാ. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ ഇന്ന് എത്ര പേര് തയ്യാറാകും? ഇത് പറയുമ്പോൾ ചില ആൾക്കാർ ചിന്തിക്കാറുണ്ട്, തലമുറയ്ക്ക് വേണ്ടി കരയാമോ? എന്ത് കരയുന്നേ? സൈദ പത്രമെടുത്തത് വായിച്ച് എത്ര കുഞ്ഞുങ്ങളാണ് ആത്മഹത്യ ചെയ്യുന്നത്. പത്രമെടുത്ത് വായിച്ചാൽ നിങ്ങൾക്കറിയാമോ, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തു. കഴിഞ്ഞ ദിവസം കണ്ട വാർത്ത എന്നെ ഏറെ ഘടിപ്പിച്ചു. പരീക്ഷയിൽ തോറ്റുപോയെന്ന് പറഞ്ഞുകൊണ്ട് 6 കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തു. സ്നേഹിത, നമ്മുടെ തലമുറയുടെ പോക്ക് എങ്ങോട്ടാ? ഇന്ന് പകൽ ദേശത്തോട് വിളിച്ചു പറയുക, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കരയുവാൻ ഇന്ന് പകൽ ഈ ദേശത്തോട് ചങ്കുറപ്പോടെ വിളിച്ചു പറയുക. നമ്മുടെ തലമുറകൾ അവരുടെ ജീവിതം ഇടയ്ക്ക് വെച്ച് സംസാരിക്കരുത്. അവർ പഠിച്ച് മിടുക്കായി ജോലി കിട്ടി അവർ നന്നായി ജീവിക്കണം. എത്ര കുഞ്ഞുങ്ങളാണ് മദ്യത്തിനടിമയാവുന്നത്, എത്ര കുഞ്ഞുങ്ങളാണ് കഞ്ചാവിനടിമയാവുന്നത്. ഇന്ന് പകൽ ദേശമേ മറന്നു പോകരുത്. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, തലമുറയ്ക്ക് വേണ്ടി കരയുവാൻ ഇന്ന് പകൽ ദേശത്തോടെ വിളിച്ചു പറയുക. എത്ര പേർക്ക് ഇതിൽ ഏറ്റെടുക്കുവാൻ കഴിയും? എത്ര പേർക്ക് ഇതിൽ ഏറ്റെടുക്കാൻ കഴിയും?
ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഇല്ല കർത്താവേ, എന്റെ തലമുറ അവരെ അനുഗ്രഹിക്കപ്പെടണം. ഇതാ സ്നേഹിത, ഞങ്ങൾ പറഞ്ഞ സുവിശേഷം ഇതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള നല്ല വാർത്ത. ഈ യേശുവിനെ ഇന്ന് പകല് ഞങ്ങൾക്ക് ദേശത്തോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ തലമുറകളെല്ലാം അവർ അനുഗ്രഹിക്കപ്പെടണം, അവരുടെ അഭിവൃദ്ധി പ്രാപിക്കണം, അവർക്ക് നല്ല ജോലി ലഭിക്കണം, അവരെ ഏറ്റവും നല്ലതായി തീരുവാൻ ഇന്ന് പകൽ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നമുക്ക് യേശുവിനോട് പ്രാർത്ഥിക്കാം. അങ്ങനെ കർത്താവ് യേശു കടന്നു പോവുക, എന്റെ മക്കളെ നിർത്തുക. യേശു കടന്നു അവസാനം ഗോൽഗോത്ത എന്നറിയപ്പെടുന്ന സ്ഥലത്ത് യേശുവിനെ കൊണ്ടുവന്നു. രണ്ട് കള്ളന്മാരുടെ നടുവിൽ യേശുവിനെ അവർ ക്രൂശിച്ചു. ഒരു കള്ളനെ ഇടത്തും ഒരു കള്ളനെ വലത്തുമായി യേശുവിനെ അവർ ക്രൂശിച്ചു. ആ സമയത്ത് ഒരു കള്ളൻ യേശുവിനെ പരിഹസിച്ചു, ഒരു കള്ളൻ യേശുവിനെ സ്വീകരിച്ചു. ആ സ്വീകരിച്ച കള്ളൻ ഇങ്ങനെ പറഞ്ഞു, പ്രഭു, അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി ഒന്ന് ഓർത്തുകൊള്ളണം. യേശു പറഞ്ഞു, ഇന്ന് നീ ഞങ്ങളുടെ കൂടെ പരദീസയിലായിരിക്കും. ഇന്ന് പകൽ ദേശം ചോദിക്കട്ടെ, ആ കള്ളൻ ആരാണെന്ന് ഒരു മക്കളെ പരിചയപ്പെട്ട ആ കള്ളൻ അവിടുത്തെ ഏറ്റവും വലിയ അറിയപ്പെടുന്ന കള്ളനായിരിക്കാം. അതുകൊണ്ടാണോ അവനെ മരണശിക്ഷയ്ക്ക് വിധിച്ചത്? അവരുടെ ജീവിതത്തിൽ സകല പദ്ധതിയും തീർന്നു. ഇത് മരണം മാത്രമേ അവന് മുമ്പ് ഉറപ്പായിട്ടുള്ളൂ. അവന് ഇനി ലോകത്തൊന്നും ലഭിക്കത്തില്ല, അവന് അവിടെ വേറെ ഒന്നും ലഭിക്കത്തില്ല ഉറപ്പായപ്പോഴും ആ യേശുവിന്റെ കാൽക്കൽ നിന്നും യേശുവെടുക്കൽ നിന്നുകൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ചു, യേശുവേ, അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പം എന്നെ കൂടി ഓർക്കണം. ഇന്ന് പകൽ ആ സമയത്ത് യേശു എങ്ങനെയാണ്, ഇന്ന് നീ എന്നോട് കൂടെ പരദീസയിലായിരിക്കും. ഈ ദേശത്തോട് പറയട്ടെ, നിന്റെ ജീവിതം, നിന്റെ പാപം എത്ര കറ പുരണ്ടതായാലും രക്തം പോലെ ചുവപ്പുള്ളതായാലും അതിനെ വെളുപ്പിക്കുന്ന ഒറ്റ ഒരുവനേ ഉള്ളൂ. അവന്റെ പേരാ കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് പകലിന് ഒരു ചരിത്രത്തിലേക്ക് വിളിച്ചു പറയട്ടെ, അതാ രണ്ട് കള്ളന്മാരുടെ നടുവിൽ അതാ കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറ് ബിരുവമായി കിടന്ന് ഒരുവരെ കണ്ടോ, അവന്റെ പേരാ കർത്താവായ യേശു. ഇന്ന് പകൽ എന്തുകൊണ്ട് യേശു നിന്നവനായി, എന്തുകൊണ്ട് യേശു ദരിദ്രനായി? നീ സമ്പന്നനാകാൻ യേശു ദരിദ്രനായി തീരുന്നു. അത് എന്തുകൊണ്ട് നിന്നവനായി? നീ അനുഗ്രഹിക്കപ്പെടാൻ യേശു നിന്നവനായി തീർന്നു. അതിലെ കള്ളൻ അതിലെ അവസാനം യേശുവോട് പറയുകയാണ്, ഇന്ന് നീനോട് പൈസ ഇരിക്കുമെന്ന് പറഞ്ഞ് ആ കള്ളനോട് ആ യേശു പറയാവുന്ന തീർന്നില്ല. അതിനുശേഷം യേശു ഉറക്ക വിളിച്ചു, പ്രാണനെ വിട്ടു. എന്താണ് യേശു ഉറക്ക വിളിച്ചെന്ന് അറിയാമോ? ഇന്ന് പകൽ അത് പറഞ്ഞു എന്ന വാക്കുകൾ നോക്കാൻ ആഗ്രഹിക്കുക. രണ്ട് കള്ളന്മാരുടെ നടുവിൽ കിടന്നുകൊണ്ട് യേശു വിളിച്ചു പറയുക. എന്ത് വിളിച്ചു പറഞ്ഞു? സകലമും നിവൃത്തിയായി. എന്താണ് സകലമും നിവൃത്തിയായത്? അതാ കാൽവരിയിൽ രണ്ട് കള്ളന്മാരും നടുവില് ആളല്ല എന്ന് തോന്നുമാറ് വിദൂരമായി കിടക്കുന്ന യേശുവിനെ കണ്ടോ, അവന്റെ ശരീരം മുഴുവനും ശക്തവർ അടിയേറ്റ് കുന്തകൊണ്ട് കുത്തി മാംസത്തിന്റെ എല്ലാം നന്ദമിട്ടവനായി കിടക്കുന്ന യേശു ആ ക്രൂശിനകത്ത് നടന്നുകൊണ്ട് വിളിച്ചതാണ് സകലവും നിവൃത്തിയായി. എന്ത് നിവൃത്തിയായി അറിയാമോ? ഇന്ന് പകൽ ഈ ദേശത്തോട് ഞാൻ ചങ്ങലപ്പുഴ കാര്യം വിളിച്ചു പറയാം. യേശു പറഞ്ഞ കാര്യങ്ങളാണ് സകലവും നിവൃത്തിയായി പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരമായിട്ട് ഇനി ഒരു യാഗവും ശേഷിക്കുന്നില്ല, ഇനി ഒരു കർമ്മങ്ങളും ശേഷിക്കുന്നില്ല. ഇന്ന് പകൽ ഈ ദേശത്തോട് ചങ്ങലപ്പോട് ആവശ്യത്തോട് നിന്നുകൊണ്ട് കാര്യം വിളിച്ചു പറയാം. ഇന്ന് പകൽ നിന്റെ പാപത്തിന്റെ പരിഹാരമായിട്ട് ഇനി ഒരു കർമ്മങ്ങളും ശേഷിക്കുന്നില്ല, ഒരു യാഗങ്ങളും ശേഷിക്കുന്നില്ല. അതുകൊണ്ട് പറയാ, ഇനി നീ ചെരിപ്പിടാൻ നടക്കണ്ട, ഇനി മലകൾ കയറണ്ട, നോമ്പ് നോക്കണ്ട. ഇന്ന് പകൽ യേശു എനിക്ക് വേണ്ടി മരിച്ചെന്ന് ആർ ഹൃദയത്തോട് ഏറ്റു പറയും. ഇന്നും പകൽ യേശുവിന്റെ സമാധാനം, യേശുവിന്റെ രക്ഷ ഇന്ന് പകലിന്റെ കുടുംബത്തിന് വരുന്ന പകലാ. ഇതാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. അങ്ങനെ കർത്താവായ യേശു അവിടുന്ന് യേശു ഉറക്കൊള്ളി പ്രാണനെ വിട്ടു. അങ്ങനെ കർത്താവ് യേശു അവരുടെ കല്ലറയുടെ അകത്ത് യേശുവിനെ അവർ അടക്കം ചെയ്തു.
ഇന്ന് പകൽ ജനവാക്യങ്ങൾക്ക് മുമ്പ് ഒരു കാര്യം പറയട്ടെ. അങ്ങനെ കല്ലറകത്ത് യേശുവിനെ അവരടക്കി. യോസേപ്പിന് കൊടുത്ത ആ കല്ലറകത്ത് യേശുവിനെ അവർ അടക്കം ചെയ്തു. എന്നിട്ട് ഒരു വലിയ കല്ലുവെട്ടി അതിനെ അടച്ചു വെച്ചു. റോമാ ഗവൺമെന്റിന്റെ ഇന്ത്യയില മുദ്രയാൽ അത് മുദ്ര ചെയ്യപ്പെട്ടു. തീർന്നില്ല, കാവൽക്കാരെ അവർ അവിടെ നിർത്തി. എന്ത്? യേശു ഇനി സുവിശേഷം ഇവിടെ കൊണ്ട് തീർന്നു. ഇനി സുവിശേഷത്തിന് ഒരു പദ്ധതി ഇതൊന്നും നടക്കത്തില്ലെന്ന് ലോകം മുഴുവൻ എഴുതി. ഇനി സുവിശേഷം ഇവിടെ കൊണ്ട് തീർന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് പകൽ ഈ ദേശത്തോട് പറയുന്ന ഒറ്റ കാര്യം പറയുകയാണ്. ഇന്ന് പകൽ മരിച്ച 3 ദിവസം യേശുവിനെ കല്ലറകത്തൊടുക്കിയപ്പോൾ സർവരും പറഞ്ഞു സുവിശേഷം ഇവിടെ കൊണ്ട് തീർന്നെന്നാം. എന്നാൽ ഇന്ന് പകൽ വാത്സല്യ ദേശത്തോട് ഒരു കാര്യം പറയട്ടെ. അങ്ങനെ മരിച്ച് കല്ലറകൊണ്ട് യേശു അവസാനിച്ചിരുന്നെങ്കിൽ ഇന്ന് പകൽ യേശുവിനെ പ്രസംഗിപ്പാൻ ഞങ്ങൾക്ക് വരത്തില്ലായിരുന്നു. ഞങ്ങൾക്ക് മരിച്ചവരെ കുറിച്ച് പ്രസംഗിപ്പാൻ ഞങ്ങൾക്ക് സമയമില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു മരണം കൊണ്ട് അവസാനിച്ചതല്ല, അവൻ മരണത്തെ ജയിച്ചവൻ. 3-ാമത്തെ ദിവസം ഹേ മരണമേ നിന്റെ ജയമെവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ളവളെ എന്ന് ചോദിച്ചുകൊണ്ട് ഒരുവർ ഉയർത്തെഴുന്നേറ്റു. അവന്റെ പേര് കർത്താവായ യേശു ക്രിസ്തു. ഇന്നും പകല് മരിച്ച കല്ലറകളുണ്ട്, അനേക മഹാന്മാരുടെ കല്ലറകൾ ഇന്നും അടഞ്ഞു കിടക്കുമ്പോൾ ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു കല്ലറ കൊണ്ട് അവസാനിച്ചവനല്ല, അവൻ കല്ലറയെ ജയിച്ചവൻ. പാപാളത്തെ ജയിച്ച ഒറ്റ നേതാവുണ്ടെങ്കിൽ അവന്റെ പേര് കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് പകൽ യേശു ഉയർത്തെഴുന്നേറ്റു. എന്നാൽ കർത്താവ് യേശു കാര്യം പറഞ്ഞു, ഞാൻ പോയതുപോലെ മടങ്ങി വരും. ഇന്ന് പകൽ ദേശത്തോട് പറയട്ടെ, യേശു കല്ലറ കൊണ്ട് അവസാനിച്ചുകൊണ്ട് കർത്താവ് തീർന്നില്ല. പക്ഷെ 3-ാമത്തെ ദിവസം കർത്താവ് യേശു ഉയർത്തെഴുന്നേറ്റിട്ട് ഏകദേശം 40 ദിവസം കർത്താവ് യേശു ഭൂമിയിലുണ്ടായിരുന്നു. എന്നാൽ യേശു കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്യുന്ന സമയത്ത് ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചതെന്ന് പറഞ്ഞു, ഞാൻ പോയതുപോലെ മടങ്ങി വരും. ഇന്ന് പകൽ ദേശത്തോട് പറയട്ടെ, ഇന്ന് പകൽ മരിച്ച അനേക മഹാന്മാർ ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾ പോയിട്ട് ഇതുവരെ തിരിച്ചു വരാമെന്ന് ഒരൊറ്റ നേതാവ് പറഞ്ഞിട്ടില്ല. ഒരു കവിയത്തിൽ പഠിപ്പിക്കാൻ പാടിയില്ലേ, സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമർത്ഥമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും കാല ചക്ര വിപ്ലവത്തിൽ അമർന്നുപോയി. പിന്നെ നമുക്കെന്ത് ശങ്ക മാറ്റമൊന്നുമില്ലതിൽ എന്നിവരാരും പോയിട്ട് മടങ്ങി വരാമെന്ന് പറഞ്ഞില്ല. മടങ്ങി വരാമെന്ന് പറഞ്ഞ ഒറ്റ ഒരുവരെ ഉള്ളൂ, അവന്റെ പേര് കർത്താവായ യേശു ക്രിസ്തു. ഇന്നും പകൽ വിളിച്ചു പറയാം, ദേശം വിളിച്ചു പറയാം, താമസമല്ല, യേശു മടങ്ങി വരാൻ സമയമായി. യേശു മടങ്ങി വരാൻ സമയമായി. ലോക സംഭവങ്ങൾ മുഴുവനും വിളിച്ചു പറയുന്ന ഒറ്റ വാക്ക്, യേശു മടങ്ങി വരാൻ സമയമായി. എന്താണ് കാരണം? യേശു ചോദിച്ചു, ദാദാ നിന്റെ വരവിനും ലോക അവസാനത്തിനും ആ സമയം എന്ന് പറയാമോ? യേശു സമയം പറഞ്ഞില്ല, യേശു സന്ദർഭം പറഞ്ഞു. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങളൊക്കെ ഉണ്ടാകും. ഓർക്കണം, മനുഷ്യപുത്രന്റെ വരവായി. ഇന്ന് പകദേശത്തിൽ പറയട്ടെ, ഒരു ഭാഗത്ത് ശക്തമായ യുദ്ധം നടക്കുന്നു, ഒരു സ്ഥലത്ത് ഭൂചലനം നടക്കുക. ഇന്ന് മറന്നു പോകരുത്, യേശു മടങ്ങി വരാൻ സമയമായി. യേശു മടങ്ങി വരാൻ സമയമായി. ഇന്ന് പകലിന് അതിനു മുമ്പ് ആ യേശുവിനെ രക്ഷകരും കർത്താവുമായി സ്വീകരിക്കുമെങ്കിൽ ഇന്ന് മുതൽ യേശുവിന്റെ മടങ്ങി വരവിന് അവരോട് ഒരുമിച്ച് നമുക്കും പോകാം. അതോടെ ഒറ്റ നിമിഷം വാക്ക് നിർത്തുകയാണ്. ഇന്ന് പകൽ ഒരു നിമിഷം ആ യേശുവിനെ എനിക്ക് വേണം. എന്റെ ഹൃദയത്തിന്റെ അകത്തൊന്ന് സമർപ്പിച്ച്, യേശുപ്പ ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്. ഇന്ന് പകൽ അങ്ങ് ഒരിക്കലാണ് മരിച്ചത്, എന്റെ പാപത്തിനും മരണത്തിനും അങ്ങ് മരിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഭാവി. ഇന്നു മുതൽ ഞാൻ അവളുടെ മകളായി ജീവിക്കാം. എത്ര പേർക്ക് ഹൃദയത്തിനകത്ത് ആ കൈകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു നിമിഷം എന്റെ ഒപ്പം പ്രാർത്ഥിക്കാൻ കഴിയുമോ? യേശുവേ എനിക്ക് അങ്ങനെ വേണം. ഇന്ന് പകൽ നിന്റെ പാവത്തെ കടിച്ചു വപ്പായാലും അതിനെ ശിവം പോലെ വെളിപ്പിക്കുന്ന ആ യേശുവിലേക്ക് ഒരു നിമിഷം അദ്ദേഹത്തെ വെളിപ്പെടുത്താൻ കഴിയുമോ? നീ പാവിയായിരിക്കാം, പക്ഷെ നിന്റെ ജീവിതത്തിന് നീ ആ രോഗത്താൽ ഭാരപ്പെടുകയായിരിക്കണമെങ്കിൽ അല്ല, ഞാൻ ആത്മഹത്യയെ ചിന്തിച്ചിരിക്കുന്നത് ഇന്ന് പകരമായിക്കൊള്ളട്ടെ. ഇന്ന് പകൽ ഏക പരിഹാരം, ഒറ്റ ഉത്തരം കർത്താവായ യേശുവാണ്. ഇന്ന് പകലിന് ഹർദ്ദമായി ആ യേശുവിലേക്ക് സഹായം ചെയ്യുക. ഇന്ന് പകൽ ഒരു ജീവിതത്തിനകത്ത് വലിയ സമാധാനം ആ യേശുവാകട്ടെ. യേശുവിന്റെ വലിയ സന്തോഷം ഇന്ന് പകൽ നിന്റെ പകൽ ഹൃദയത്തിന്റെ താല്പര്യം പറയുന്നു. ഇന്ന് പകൽ ചില നിമിഷം ഏൽപ്പിക്കും.
ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഇന്ന് പകൽ ആ ഹൃദയങ്ങളെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. ദാസങ്ങളെ ഏൽപ്പിക്കുന്നു. ദൈവം ഇരിക്കട്ടെ. ഹല്ലേലൂയ. അടുത്ത ശ്രദ്ധിച്ച എല്ലാ മാന്യശ്രോതാക്കൾക്കും നിങ്ങളുടെ വന്ദനം പറയുന്നു. യേശു ക്രിസ്തുവിലൂടെയുള്ള സമാധാനം. മാനവകുലത്തിന്റെ പാപപരിഹാരാർത്ഥം കാൽവരി ക്രൂശിൽ രണ്ട് കലന്മാരുടെ മധ്യത്തിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യത്തിലായി തന്റെ അവസാനത്തുള്ള രക്തമൊരു ഊറ്റിത്തന്ന് സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞ് പ്രാണനെ വിട്ട് സ്വർഗത്തിലേക്ക് കയറിപ്പോയി. അതിനുശേഷം ഞാൻ പോയതുപോലെ മുടങ്ങി വരുമെന്ന് അറിയിച്ചത് തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ വീണ്ടും വരുമെന്ന് അറിയിച്ചത് കർത്താവിനെ രക്ഷിതാവായി ഹൃദയത്തിൽ വിശ്വസിച്ചാൽ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ഭാഗം ഏറ്റുപറയുകയും ചെയ്ത് രക്ഷിക്കപ്പെടുന്ന പ്രകാരം സൗജന്യമായ രക്ഷ പ്രാപിക്കാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്ന ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കും. പരിശുദ്ധമായ ദൈവമായ സരസ്വതിയായ നിങ്ങളുടെ കഥ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കണമേ. ആരെങ്കിലും ദൈവമാണെങ്കിൽ അവരെ സൗഖ്യമാക്കണമേ. ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്ന ദൈവം അവരെ വിനിയോഗിക്കണമേ. ഭാരപ്പെടുന്നവരെ വിനിയോഗിക്കണമേ. ആരെങ്കിലും മധ്യത്തിൽ മയക്കുവരുന്ന അടിമയാണെങ്കിൽ ദൈവം അവരെ വിനിയോഗിക്കണമേ. അവരുടെ പാപങ്ങളെ ക്ഷമിക്കണമേ. ആരെങ്കിലും രോഗികളാണെങ്കിൽ ദൈവം അവരുടെ രോഗങ്ങളെ സൗഖ്യമാക്കി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അടുത്ത സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി തിരിയാത്ത സന്ധി ഉണ്ടായിരിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു. യേശു ക്രിസ്തു രാജാതിരാജാവായി വരുന്നു. ഇത് ദൈവത്തെ ഏൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങയുടെ യേശുവേ വേഗമേ. ദൈവങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.